കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ജീവനൊടുക്കിയിരിക്കുന്നു. ബംഗളൂരുവിൽ ED റെയ്ഡിനിടെയാണ് സംഭവം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ജീവനൊടുക്കി എന്ന വാർത്തയാണ് വരുന്നത്. CJ റോയ് ജീവനൊടുക്കിയിരിക്കുന്നു. ED റെയ്ഡിനിടെ സംഭവം നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, എന്താണ് സംഭവിച്ചത്? കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ് ജീവനൊടുക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ED റെയ്ഡ് അദ്ദേഹത്തിന്റെ ബാംഗ്ലൂർ ഓഫീസിൽ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ED റെയ്ഡിനിടെ ബംഗളൂരുവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരുവിലെ അശോക് നഗറിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു CJ റോയ് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ED റെയ്ഡിനിടെ ഇത്തരമൊരു നീക്കത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നത് വ്യക്തമല്ല. കിരൺ തുടരുന്നുണ്ട്. കിരൺ, പറഞ്ഞോളൂ. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ് ജീവനൊടുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലെ ഓഫീസിൽ EDയുടെ റെയ്ഡ് നടക്കുകയായിരുന്നു. ആ റെയ്ഡിനിടെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം വെടിവെക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ നാരായണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ED റെയ്ഡ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നടക്കുകയായിരുന്നു. ED ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം കയ്യിലെ റിവോൾവർ ഉപയോഗിച്ച് അദ്ദേഹം സ്വയം വെടിവെച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും സ്വയം വെടിവെച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ മൃതദേഹം നാരായണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബിൽഡറാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ്. കേരളത്തിൽ നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളൊക്കെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റേതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാണ മേഖലയിലുമൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ആളാണ് CJ റോയ്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിലും അദ്ദേഹത്തിന് നിരവധി ഓഫീസുകളുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും അടക്കം ഓഫീസുകളുള്ള കേരളത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്വന്തമായുള്ള നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്വന്തമായുള്ള സാധാരണ ക്കാർക്ക് താങ്ങാൻ കഴിയുന്ന വിലയ്ക്കുള്ള ഫ്ളാറ്റുകളുടെ വലിയ വമ്പൻ സമുച്ചയങ്ങളാണ് പലപ്പോഴും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇപ്പോഴും നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട്. നിരവധി ജീവനക്കാരുണ്ട്. അതിനുവേണ്ടി പണം മുടക്കിയ ആളുകളുണ്ട്. ഇപ്പോൾ പൂർത്തിയായ നിരവധി പദ്ധതികൾ എന്ന പോലെ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി പദ്ധതികളും ഒക്കെ ഉണ്ട്. ആ വലിയൊരു ഗ്രൂപ്പിന്റെ തലവനാണ് ഇപ്പോൾ IT റെയ്ഡിനിടെ അവിടെ ഇപ്പോൾ അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന് വേണം അറിയാൻ. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കേരളത്തിലെ പ്രമുഖനായ ഒരു വ്യവസായി കൂടിയാണ്, പ്രമുഖനായ ഒരു ബിൽഡറാണ് CJ റോയ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കേരളത്തിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റ് സമുച്ചയങ്ങളൊക്കെ സ്വന്തമായുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ്. അതിന്റെ ഉടമ CJ റോയ് ആണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള ബാംഗ്ലൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ സ്ക്രീനിലൂടെ കാണുന്നത്. ഫ്ളാറ്റ് മരണം നടന്ന സ്ഥലം ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ കെട്ടിടം തന്നെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. ബാംഗ്ലൂരിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഓഫീസ്. അദ്ദേഹം നേരത്തെയൊക്കെ കഴിഞ്ഞ മാസമൊക്കെ വിദേശത്തായിരുന്നു, ജപ്പാനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. ബാംഗ്ലൂരിലെ അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസിലാണ് ഇപ്പോൾ IT റെയ്ഡ് നടന്നത്. IT റെയ്ഡിനിടയിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത് എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ ഫ്ളാറ്റിൽ നിന്ന് ഈ നിറയൊഴിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് നാരായണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ മരണം അതിനു മുമ്പ് തന്നെ സംഭവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള വിവരങ്ങൾക്ക് ശേഷം മാത്രമേ അതിന്റെ ബാക്കി വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും വളരെ അപ്രതീക്ഷിതമായ വളരെ നാടകീയമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖനായ ഒരു ബിൽഡർ, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ, അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളുള്ളതാണ്. നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റേതായിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയായി കൈമാറിയതും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിൽ ഇരിക്കുന്നതും ഒക്കെയായ നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഫ്ളാറ്റിന് വേണ്ടി പണം നൽകി കാത്തിരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. എല്ലാ മനുഷ്യരെയും ആശങ്കയിലാക്കുന്ന ഒന്നുകൂടിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ, അതിന്റെ MD CJ റോയ് ജീവനൊടുക്കിയ സംഭവം. CJ റോയുടെ ഓഫീസിൽ, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാംഗ്ലൂരുവിലെ ഓഫീസിലാണ് IT റെയ്ഡ് നടന്നത്. ഈ IT റെയ്ഡിനിടയിലായിരുന്നു പൊടുന്നനെ അദ്ദേഹം ഇങ്ങനെ ചെയ്തത്.
സാധാരണഗതിയിൽ ഇത്തരം വലിയ വ്യവസായികളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വേണം കരുതാൻ. അദ്ദേഹം സ്വന്തമായി വെടിവെച്ച് ജീവനൊടുക്കിയതാണ്. ഇതിൽ കിരൺ, ഇത് IT വിഭാഗം നേരത്തെ ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയിരുന്നു എന്ന വിവരമുണ്ട്. ഇപ്പോൾ ED ആയിരുന്നോ? ഇപ്പോൾ EDയുടെ റെയ്ഡ് വീണ്ടും വന്നപ്പോഴാണോ ഈ ആത്മഹത്യ ഉണ്ടാകുന്നത്? അന്വേഷണ ഏജൻസികൾ വ്യാപകമായി ഇത്തരം പരിശോധനകൾ നടത്തുന്നു എന്നത് മനസ്സിലാകുന്നു. നേരത്തെ നമുക്കറിയാം ഈ 2020 BJPയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നപ്പോൾ ED റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് സ്വാഭാവികമാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ED റെയ്ഡാണോ IT റെയ്ഡാണോ? അതൊക്കെ സംബന്ധിച്ചുള്ള വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ടോ? IT റെയ്ഡാണ് നടന്നത്. ഇൻകം ടാക്സിന്റെ റെയ്ഡായിരുന്നു നടന്നത്. ഇൻകം ടാക്സ് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആസ്ഥാനത്ത് നടന്ന ഗ്രൂപ്പ് ബംഗളൂരുവിലെ അശോക് നഗറിലാണ് കമ്പനിയുടെ ആസ്ഥാനമുള്ളത്. ബംഗളൂരു അശോക് നഗറിലെ കമ്പനിയുടെ ആസ്ഥാനത്ത് ആണ് ഇന്നിപ്പോൾ റെയ്ഡ് നടന്നത്. ആ റെയ്ഡിൽ ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അടക്കം റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അടക്കം ഓഫീസിൽ പുറത്തേക്ക് പോകരുത്, അല്ലെ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒഴിവാക്കി ബന്ദിയാക്കി എന്ന മറ്റും പറയാം. സാധാരണ റെയ്ഡ് നടത്തുന്ന സംവിധാനം അതാണ്. ആ സംവിധാനത്തിൽ അദ്ദേഹം അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തോക്ക് റിവോൾവർ ഉപയോഗിച്ച് അദ്ദേഹം റെയ്ഡിനിടെ സ്വന്തം ശരീരത്തേക്ക് തലയിലേക്ക് തന്നെ നിറയൊഴിച്ചത് എന്നാണ്. അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ ED ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ നാരായണ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എത്തിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്നത്, വ്യവസായ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ജീവൻ ഒടുക്കി എന്നുള്ളത് IT റെയ്ഡിനിടെയായിരുന്നു ആത്മഹത്യ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അശോക് നഗറിലെ ഓഫീസിൽ വെച്ച് അദ്ദേഹം ഈ റെയ്ഡിനിടെ സ്വയം വെടിവെച്ചു മരിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അശോക് നഗറിലെ ഹുസൂർ റോഡിലാണ് കമ്പനിയുടെ ഓഫീസ് ഉള്ളത്. അശോക് നഗർ പോലീസ് വളരെ വേഗത്തിൽ തന്നെ സ്ഥലത്തെത്തി അവിടെ നിന്ന് സ്ഥലം എല്ലാം സീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ, നാരായണ ആശുപത്രിയിലേക്ക്, അടുത്തുള്ള പ്രധാനപ്പെട്ട ആശുപത്രിയായ നാരായണ ആശുപത്രിയിലേക്ക്, ബംഗളൂരുവിന്റെ നാരായണ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ ഉടമയായ കോൺഫിഡന്റ് ഗ്രൂപ്പ്, കേരളത്തിലെ ഏത് നഗരത്തിലും പരിചിതമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ്. അത്രത്തോളം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്വന്തമായുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട് അടക്കം നിരവധി നഗരങ്ങളിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട്. അതിന്റെ ഉടമ ആണ് കേരളത്തിലെ പ്രമുഖനായ ഒരു ബിൽഡറാണ്. ഏറ്റവും പ്രധാന കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.